ഞാനും മക്കളും കൂടി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഒരുക്കം കഴിഞ്ഞിട്ടാണ് പാത്തുവിൻ്റെ മുടിയൊക്കെ കെട്ടി പാത്തുവിനെ റെഡിയാക്കി എടുക്കുക. ഇല്ലെങ്കിൽ പാത്തുവിനെ ഫസ്റ്റ് ഒരുക്കി എടുത്താൽ പാത്തു പോകാൻ നേരത്തെ എല്ലാം കൊളാക്കി തരുവേ. പാത്തുസി പോവാ? എങ്ങടാ പോണേ? ഡോക്ടറെ കാണാനല്ലേ? പോവാ? ഇനിയിപ്പോ കണ്ണെഴുതണോ? കണ്ണെഴുതണോ? പുരുകെഴുതണോ? കണ്ണെഴുതുമ്പോൾ ഒരു പുരുകം പാത്തുവിന് നല്ല കറക്റ്റ് ലെവലായിക്കോട്ടെ. അടുത്ത പുരുകം എഴുതുമ്പോഴത്തേക്കും പാത്തു ഇളക്കും. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെ പല്ല് ഡോക്ടർക്ക് പോകാൻ നിൽക്കട്ടോ. കോടാലിക്ക് പാത്തുണ്ട്, സനമോളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ട് പോവാറ്, റംലത്താൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് റംലത്ത അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഇവരെയും കൊണ്ടാണ് പോണത്. നല്ല മഴക്കാറുണ്ട്, ബസ്സിനാണ് പോണത്. തിരിച്ചു വരുമ്പോൾ മഴ പെയ്യാണ്ടിരിക്കട്ടെ. നേരം വൈകിട്ടാ, ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3:15 3:30 ആയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴങ്ങിപ്പോയി. അപ്പോൾ അതെ വേഗം എണീറ്റ് ചടകുടേനെ പെട്ടെന്ന് ഡോക്ടർക്ക് പോകാൻ വേണ്ടി പോവാട്ടോ. ബസ് കയറാൻ പോകുന്നിടത്ത് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് നടക്കുകയാണ്. അപ്പം ഞങ്ങളിനി ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് കാണാം. ഓക്കെ അല്ലേ പാത്തു? ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തലും ബസ് സ്റ്റാർട്ട് ചെയ്യലും ഒപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വന്നില്ല. വേഗം ബസ്സിൽ കയറി പോരാൻ പറ്റി കേട്ടോ. കോടാലിയിലാണ് പല്ല് ഡോക്ടർ. ബസ്സിൽ കയറിയ പാത്തു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ പല്ല് ഡോക്ടർ അടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. ഇനിയും അവസരങ്ങളുണ്ട്. ആഴ്ചയിൽ ഇനി ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് പല്ല് ഡോക്ടർ അടുത്തൊരു വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ പല്ല് ഡോക്ടറെ കണ്ട് ഞങ്ങളിത് തിരിച്ച് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പാത്തുവിന് ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് പല്ലുവേദന ഭയങ്കരമായിട്ടുണ്ടാവും, അപ്പോൾ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കേട്ടോ. ഞങ്ങളിത് അങ്ങനെ പല്ല് ഡോക്ടറെ കണ്ട് തിരിച്ചു പോരാ കേട്ടോ. അതേ പാത്തുവിന് ഫ്രൂട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ട് അത് തീർന്നു കേട്ടോ. വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ നടന്നു പോരുമ്പോട്ടോ റംബുട്ടാൻ കണ്ടത്. ഇതേ കുറേ റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട്. പച്ചയാണ്, പഴുത്തിട്ടില്ല കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട് റംബുട്ടാൻ. പാത്തുവിനെ കൊണ്ടൊക്കെ പോയാലുണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പാത്തു ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല. പിന്നെ ബസ്സിൽ പോകുമ്പോൾ പാത്തു സീറ്റിലിരിക്കില്ല കേട്ടോ. നമ്മുടെ മേൽ ചവിട്ടിയിട്ട് പാത്തു കാഴ്ചകൾ കണ്ട് നിൽക്കുകയായിരിക്കുവേ. പല്ല് ഡോക്ടറെ പോയിട്ട് വേഗം തിരിച്ചു വരാൻ പറ്റിട്ടോ. വിളിച്ച് ബുക്ക് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് സമയത്തിനനുസരിച്ച് പോയാൽ മതി. കളേ. പിന്നെ പല്ലിൻ്റെ മുൻപത്തെ കമ്പി അത് മാറ്റിയിട്ട് വേറെ നല്ല കട്ടിയുള്ള കമ്പിയൊക്കെ വെച്ച് റബ്ബർ പോലത്തെ സംഭവമൊക്കെ വെച്ച് ഞാൻ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പല്ല്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പാത്തു ഓടുകയാണ് കേട്ടോ. പാത്തു സനമോളതേ പാത്തു ഓടിപ്പോയിട്ടുണ്ടേ. ജസ്റ്റ് കുഞ്ഞു വ്ളോഗാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വീടിൻ്റെ അകത്ത് പോയി ചിലപ്പോൾ ഇത്രയും ക്ലിയർ കിട്ടിയെന്നില്ല, നമ്മുടെ ക്യാമറയുടെ പവർ അത്രയ്ക്ക് ഉണ്ട്. പിന്നെ ഡോക്ടറെ അടുത്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റെപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ അടക്കാൻ ചെരുപ്പുകളായിരുന്നു, അത്രയും തിരക്കായിരുന്നു ഡോക്ടർ അവിടെ കേട്ടോ. ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് നടന്നു പോണ വഴി കേട്ടോ. നല്ല രസമല്ലേ ഇവിടെ ഇത് കാണാൻ. പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ. വള്ളി ഇട്ടിട്ട് അങ്ങനെ പന്തലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പാത്തു പറഞ്ഞേ ഓക്കെ, ബൈ ബൈ, see you. അതെന്താ പാത്തുവോ? അതെന്താണ്? പോത്ത്. ഇതാരെ പോത്താ? ശീലിച്ചിയുടെ പോത്താണോ? ആരെ പോത്താണ്? പിന്നെ വീട്ടിൽ പോവാം.